ഹലോ വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കാണിക്കുന്നത് കേട്ടോ. സോ എന്നത്തെയും പോലെ രാവിലെ ഞാനും മോനും കൂടെ ഒരുമിച്ചാണ് സാധാരണ എണീക്കാറുള്ളത്. ഇന്ന് കുറച്ച് വൈകിപ്പോയി കേട്ടോ എണീക്കാൻ. സോ അതിന് ശേഷം ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ക്ലിപ്പിംഗ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ ഉണ്ടാക്കുകയാണ്, അതാ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ആദ്യം ഞാൻ ചായ കുടിക്കും കേട്ടോ പോയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ബേബി എണീച്ചിട്ട് അവൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കും. എല്ലാം വലിച്ചിടും. അത് രാവിലെ തന്നെ സ്റ്റാർട്ടാവും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ അവർ ആ സൈഡിൽ വലിച്ചിട്ടോട്ടെ. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ മോർണിംഗിൽ ഫസ്റ്റ് എനർജറ്റിക് ആണെങ്കിൽ കുറച്ച് എനിക്ക് ടീ കുടിച്ചേ പറ്റുള്ളൂ. ഞാൻ മിക്കവാറും ഇഞ്ചി ഇട്ടിട്ടുള്ള ടീയാണ് കുടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഇഞ്ചി ചായ കുടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം പുറത്തൊക്കെ പോയിട്ട് ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് ചെറുത് താഴെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് നമ്മളെ ഉപദ്രവിക്കാത്തിടത്തോളം സമയം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ടീയൊക്കെ കുടിക്കും. അതിന് ശേഷം എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യും. ബിസി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫുഡ് ഉണ്ടാക്കുക, അവനെ ഫീഡ് ചെയ്യുക, എനിക്കുള്ളത് ഉണ്ടാക്കുക, ഏട്ടനുള്ളത് ഉണ്ടാക്കുക, പിന്നെ ലഞ്ച് ഉണ്ടാക്കുക, അങ്ങനെ 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 സോ അങ്ങനെ ഇരുന്ന് അതിനിടയ്ക്ക് അവനെ കുറേ നമ്മൾ ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ ബേബീസിനെ മാനേജ് ചെയ്യുക, അതും ഒരു ടോഡ്ലറിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതിലേക്ക് ഇപ്പം ഞാൻ കടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ബേബീസിനെ നോക്കുന്നത് എളുപ്പമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ വീട്ടിലുള്ളവർക്ക് പിന്നെയും ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇതിനോട് ഞാനിങ്ങനെ പൊരുത്തപ്പെട്ട് വന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. അതിന് ശേഷം ഇവനുക്കുള്ള ഫുഡ്, ബേബിക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ കൂടെ ഞങ്ങൾക്കുള്ളതും ഉണ്ടാക്കും. അതിന് ശേഷം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കുള്ള റെഡിയാക്കാനുള്ള ടൈമായി. അങ്ങനെ പോവും. അതിൻ്റെ കൂടെ എന്തെങ്കിലും ക്ലീനിങ് എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കണം. അതുപോലെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. എവിടെ 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 ഏതു ഇവിടെ നോക്ക് ഇവിടെ വീഡിയോ ഫോൺ നോക്ക്. അങ്ങനെ രാവിലത്തെ ഫുഡ് അടയ ഉണ്ടാക്കിയത് ഞാൻ, ഗോതമ്പട. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ അതാണ് എനിക്ക് കിട്ടിയത്. അപ്പം അതുണ്ടാക്കി. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കിയതൊന്നും കാണിച്ചിട്ടില്ല ഞാൻ. അങ്ങനെ ഇപ്പോൾ ടൈം 7 o'clock ആയി. അവൻ ഇപ്പോഴാണ് ഉറങ്ങണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉറക്കിയതാണ്. അല്ലെങ്കിൽ സാധാരണ ഈ നേരത്തെ ഉറക്കാറില്ല. കാരണം നമുക്ക് രാത്രി ഉറക്കം ബുദ്ധിമുട്ടാവും. അപ്പം അത് കാരണം സോ അങ്ങനെ തൊട്ടിലിൽ ആട്ടിയിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഉറക്കിയ ശേഷമാണ് എനിക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുള്ളത്. അപ്പോൾ അവർ ഉറങ്ങിയാൽ മാത്രമല്ലേ നമുക്ക് നമ്മളതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് ആയാലും ടൈം ആയാലും ഒക്കെ കിട്ടുള്ളൂ. അതിന് ശേഷമുള്ള ടൈമിൽ ഞാനൊന്ന് ഹെയറിലൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നും ചെയ്യാറ് തന്നെ ഇല്ല കേട്ടോ. ഈ പരിപാടി തന്നെ എപ്പോഴേലേ നടത്താറുള്ളൂ ഞാൻ. അതുകൊണ്ട് തന്നെ ഹെയർ ലോസും നന്നായിട്ടുണ്ട്. എനിക്ക് പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ് എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള ഇതിലാണ് എനിക്കുള്ളത് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ തന്നെ ഇടാം. അതിന് ശേഷം ഞാൻ ആ ഒരു ടൈം കൊണ്ട് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്തു. ആ നേരം കൊണ്ട് ആ ഒരു ഓയിൽ ഹെയറിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുമല്ലോ. അതിന് ശേഷം പോയിട്ട് കുളിച്ചിട്ട് വരികയൊക്കെ ചെയ്തു. അങ്ങനെ അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആൾ ഉറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെയല്ല കേട്ടോ. ചില ദിവസമൊക്കെ മിണ്ടാതിരുന്ന് റെസ്റ്റ് എടുക്കാറുണ്ട്, ഒന്നും ചെയ്യാറില്ല. കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു മടുപ്പ് തോന്നാൻ തുടങ്ങും. അത് എനിക്കും തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ ഫോണൊക്കെ നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കിടക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഈ ഡ്രസ്സസൊക്കെ ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഒക്കെ വലിയ ഡ്രസ്സസ്സായിട്ടോ. എൻ്റെ ഡെലിവറി അല്ലെങ്കിൽ ആ പ്രഗ്നൻസിയിലെ 8-9 months സമയത്ത് വാങ്ങിച്ചതാണ്. അതൊക്കെ ഭയങ്കര വലുതായിട്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് വെയിറ്റ് ലോസ് ആയിട്ടുണ്ടല്ലോ. അത് കാരണം എനിക്കത് ഭയങ്കര ലൂസെന്നും പറയാൻ പറ്റില്ല. 2 ആൾക്ക് കയറിയിരിക്കുക, അത്രയും വലിയ ഡ്രസ്സായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ആ പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇതിപ്പോൾ നൈറ്റ് കിടക്കാൻ നേരമായി. അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ബേബിക്ക് ആളുടെ ഒപ്പം കളിക്കണം. ആളുടെ ഒപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. അപ്പോൾ ആളെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, ഹാപ്പിയാണ്. അങ്ങനെ 2 പേരും എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ അവിടെ ഒരു ബോളല്ല, അത് ഒരു
ഇവൻ്റെ ഒരു ടോയിൻ്റെ ഒരു പീസാണ് പൊളിച്ചെടുത്തത്. അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും. ആ ടൈം കൊണ്ട് ഞാൻ വേഗം കുറുക്കുണ്ടാക്കി. റാഗിയാണ് നൈറ്റ് കൊടുത്തത്. അതിനുശേഷം ഞങ്ങൾക്കുള്ള ചപ്പാത്തിയും സോയാബീൻസിൻ്റെ ഒരു ഗ്രേവി അല്ല, അത് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ. അതിന് ശേഷം ഉറങ്ങാനൊക്കെ 10-12 മണിയായി കേട്ടോ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ബൈ.